എന്താ ഈ പോണോഗ്രാഫിന്റെ പ്രശ്നം? ഇന്ന് കണ്ട സൈറ്റ് അല്ല നാളെ കുറച്ചും കൂടി മാരകമായ സൈറ്റിലേക്കാണ് പോവുക. പിന്നെന്ത് ചെയ്യും? പിന്നെ എന്താ പറയാ, പെർവേഷനിലേക്കാണ് പോവുക, പിഡോഫീലിയ, അതേപോലെ തന്നെ അങ്ങനെ അതിന്റെ ഒരു വളരെ ഗുരുതരമായ ഒരു തലത്തിലേക്കാണ് ആളുകൾ വ്യതിചലിച്ചു പോകുക. കാരണം ചെറുതൊന്നും കണ്ടാൽ പിന്നെ മതിയാവില്ല. അപ്പൊ ആ ഒരു ലെവലിലേക്ക് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ സ്ത്രീ എന്നുള്ളത് ആളുടെ സെക്ഷൽ സ്റ്റിമുലസിന്റെ ത്രഷോൾഡ് മതിയാവില്ല. എന്നാലോ ഒരു നല്ല ത്രഷോൾഡ് കിട്ടിയാൽ സഹോദരങ്ങളെ ആ ടൈമിംഗ് കിട്ടില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനം പറഞ്ഞാൽ അവന്റെ ശുക്ലം ശ്രവിക്കുന്നതോടുകൂടി അവസാനിക്കുന്നതാണ് പുരുഷന്റെ സെക്സ്. അല്ലെങ്കിൽ അത് വളരെ നൈമിഷികമാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞല്ല. ആ ഇജാക്കുലേഷൻ സംഭവിച്ചാൽ പിന്നെ അത് ആസ്വാദനം കഴിഞ്ഞു. അപ്പൊ മാക്സിമം ടൈം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ്. കാരണം അതിലാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആസ്വാദനം ഉള്ളത്. അത് വളരെ പെട്ടെന്നായിരിക്കും. പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ പൊണോഗ്രഫിക്ക് അഡിക്റ്റ് ആയ മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണ്. അവർക്ക് ക്യാൻസർ ഉണ്ടാവുന്നോ, രക്തം കുറയുന്നോ, വിളറിപ്പോകുന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ ആൾക്കാർ പേടിപ്പിച്ചു രക്തമാണ് നഷ്ടപ്പെടുന്നത്. അതൊക്കെ സത്യത്തിൽ തെറ്റാണ്. രക്തം നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിളറിപ്പോകുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, ലൈംഗിക ജീവിതം അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഒന്ന്, സ്വന്തം പാർട്ണറായിട്ട് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. രണ്ടാമത്തത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ടൈമിംഗ് അല്ലെങ്കിൽ ഒരിക്കലും കിട്ടൂല. അത് പിന്നെ ശരിയാക്കുന്നത് പിന്നെ വീണ്ടും എന്ത് ചെയ്യും? അതിൽ ആസ്വാദനം കിട്ടാതെ വരുമ്പോൾ, അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യത്തിൽ ആസ്വാദനം കിട്ടാതെ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഹറാമിന്റെ വഴികളിലേക്ക് നമ്മൾ വീണ്ടും കൂപ്പുകുത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഇതിന്റെ യഥാർത്ഥ വശം. ഇത് മനസ്സിലാക്കി ഇപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കനത്ത വില നമ്മൾ നൽകേണ്ടി വരും. കാരണം നമ്മുടെ ഒരു സെക്ഷൻ എന്ന് മാത്രമല്ല, വൈവാഹിക ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ എവിടെ എന്തൊക്കെ വലിയ ആളാണെങ്കിലും ഭാര്യയ്ക്ക് നമ്മളെ പറ്റി നല്ലൊരു ബെഡ്റൂമിൽ നല്ലൊരു അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഡിഗ്രി ഉണ്ടായിട്ടും കാര്യമില്ല. FRCS MRC പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പെണ്ണുങ്ങൾ എന്തിനാണ് പറ്റാറ്? അള്ളാഹു ഒരു കാര്യത്തിൽ ഹലാലായ ഒരു കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ അള്ളാഹു അതിന്റെ ആ ബറക്കത്ത് എടുത്തു കളയും, ഉറപ്പാണ്.